പല ഡ്യൂട്ടീസ്, പല റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം മധ്യേ നമ്മൾ നമ്മുടെ കർത്താവ് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് യോഹന്നാൻ 12-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നത്, നമ്മൾ ഏറ്റവും അധികമായി ആഗ്രഹിക്കുന്നത് എന്തിനെയാണ്? ഈ ഒരു ചോദ്യം നമ്മളോട് തന്നെ ദിനം തോറും ചോദിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ ലോകം ദിനം പ്രതി എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെടുവാനും ആഗ്രഹിക്കുവാനും പല കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം മധ്യേ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്തിനെയാണ്? നമുക്ക് വേണ്ടി ജീവൻ തന്നെ നമ്മുടെ കർത്താവിനെയാണോ, അതോ ഈ ലോകത്തെയും ലോകത്തിലുള്ള ഓരോ കാര്യങ്ങളെയുമാണോ? ഹല്ലേലൂയ. കർത്താവ് പത്രോസിനോട് ചോദിച്ചതുപോലെ, പത്രോസേ, നീ അധികമായി എന്നെ സ്നേഹിക്കുന്നോ? ഈ അതേ ചോദ്യം കർത്താവ് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും ദൈവമക്കളെ? കർത്താവ് പിന്നീട് പറയുന്നു, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടാണോ ആ കർത്താവിനെ ഫോളോ ചെയ്യുന്നത്? ഈ ലോകത്തായിരിക്കുമ്പോൾ പല ഡ്യൂട്ടീസ്, പല റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം മധ്യേ നമ്മൾ നമ്മുടെ കർത്താവിനെ ഫെയ്ത്ത്ഫുൾ ആയിട്ടാണോ സെർവ് ചെയ്യുന്നത്? ഹല്ലേലൂയ. മത്തായി 7:13-14 ഇങ്ങനെ പറയുന്നു, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമുള്ളതുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിലോ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളതാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ ഉണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം മധ്യേ നമ്മുടെ കണ്ണ് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ കർത്താവിൽ ഫിക്സ് ചെയ്യാം. ഹല്ലേലൂയ. നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാം. വിശ്വസതയോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് ഫോളോ ചെയ്യാം. ഹല്ലേലൂയ. കാരണം കർത്താവ് വാഗ്ദത്തം ചെയ്ത ഒരു കിരീടമുണ്ട്. കർത്താവിനെ അധികമായി സ്നേഹിക്കുന്നവർക്ക്, വിശ്വസതയോടെ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ആ കിരീടം നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമുക്ക് പരീക്ഷകൾ സഹിച്ച് വിശ്വസതയോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സേവിക്കാം. ഹല്ലേലൂയ. യോഹന്നാൻ 12-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവാണ് വെളിച്ചം. ആ കർത്താവിൽ നമ്മൾ വസിക്കണമെങ്കിൽ നമ്മൾ ഇരുട്ടിൽ നിന്ന് പുറത്തോട്ട് വരണം. ഹല്ലേലൂയ. എന്താണ് ഈ ഇരുട്ട്? ഈ ഇരുട്ടെന്ന് വെച്ചാൽ പാപമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവിൽ ഈ വെളിച്ചത്തിൽ നമ്മൾ വസിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ പാപ സ്വഭാവം, നമ്മുടെ സിൻഫുൾ നേച്ചർ നമ്മളിൽ നിന്ന് കളയണം. ഹല്ലേലൂയ. ദിനം തോറും ഈ കർത്താവിൻ്റെ രൂപത്തിലും ഭാവത്തിലും നമ്മളായിത്തീരണം. ഹല്ലേലൂയ. ഈ ഫ്രൂട്ട്സ് ഓഫ് ദ സ്പിരിറ്റ് ദിനം തോറും നമ്മളിൽ വ്യാപരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രിയ ദൈവമക്കളെ, നമ്മളിലുള്ള ഓരോ കറ, ഓരോ പാപ സ്വഭാവങ്ങൾ നമുക്ക് ഈ ദിവസങ്ങളിൽ കളയാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ പോലെ നമുക്കായിത്തീരാം. അധികമായി നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് വിശ്വസ്തയോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സേവിക്കാം. നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി നിൽക്കാം. ഹല്ലേലൂയ. കാരണം ഒരു കിരീടമുണ്ട്. ആ കിരീടം പ്രാപിക്കണമെങ്കിൽ വിശ്വസ്തയോടെ നമുക്ക് ഈ ഭൂമിയിലത്തെ ജീവിതം നയിക്കാം. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.